അപ്പം ഈ സെയിൽസ് പ്രോസസ്സിൽ നമുക്ക് വിശ്വാസം വേണം. കാരണം അത് സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. ഒരു സെയിൽസ് പ്രോസസ്സ് ഫോളോ ചെയ്യുന്നത് വഴി ഓർഗനൈസേഷൻ വളരെ സ്മൂത്തായിട്ട് ഫങ്ഷൻ ചെയ്യാനും അതോടൊപ്പം തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലെത്താനും നമുക്ക് സാധിക്കും. അപ്പം നമ്മുടെ സബ് കോൺഷ്യസ്ലിയും അൺകോൺഷ്യസ്ലിയും ഒരു സിസ്റ്റത്തെ ബഹുമാനിക്കണം. നമ്മൾ ആ പ്രോസസ്സിനെ നമ്മൾ ബഹുമാനിക്കണം. പൊതുവെ നമ്മൾ മലയാളികൾക്ക് ആ പ്രോസസ്സിനോടുള്ള ഇതില്ല. കാരണം ആ പ്രോസസ്സ് ഫോളോ ചെയ്യേണ്ട കുറുക്ക് വഴികളൊക്കെ അഡോപ്റ്റ് ചെയ്യുന്നതിൽ നമ്മളും മറ്റു ചില സംസ്ഥാനക്കാരുമൊക്കെ ഇതാണ്. നമ്മൾ മലയാളികൾ പിന്നിലല്ല അതിന്. അതുകൊണ്ട് തന്നെ ഈ പ്രോസസ്സ് ഫോളോ ചെയ്യുക, പ്രോസസ്സിലൊരു വിശ്വാസം ഉണ്ടാവുക. ഇത് നമ്മുടെ സെയിൽസിനെ ശാക്തീകരിക്കുന്നതിനും അതായത് സെയിൽസ് നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലെത്തുന്നതിനും നമ്മളെ സഹായിക്കും. സെയിൽസ് പ്രോസസ്സിലുള്ള വിശ്വാസം നമ്മൾക്ക് പൊതുവെ മലയാളികൾക്ക് ഇല്ലാത്തൊരു കാര്യമാണ്. സെയിൽസ് പ്രോസസ്സ് ഉണ്ട്, ആ പ്രോസസ്സ് ഫോളോ ചെയ്യണമെന്നുള്ള ഒരു മനോഭാവം പലരും കാണിക്കാറില്ല. അപ്പോൾ ഷോർട്ട് കട്ടുകളാണ് നമ്മൾ പലപ്പോഴും എടുക്കാറുള്ളത്. പക്ഷേ അത് പലപ്പോഴും നമുക്ക് തെറ്റായ അല്ലെങ്കിൽ നമുക്ക് ഉദ്ദേശിക്കുന്ന ഫലം തരത്തില്ല. അപ്പം അത് നമുക്ക് മിസ്റ്റേക്ക് വരുന്നത് മാത്രമല്ല നമ്മൾ പ്രതീക്ഷിക്കുന്ന സ്ഥലത്ത് എത്തുകയില്ല. ആ പ്രോസസ്സ് ഫോളോ ചെയ്യണം. പ്രോസസ്സിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. പ്രോസസ്സ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം സെയിൽസ് പ്രോസസ്സ് വേണമെന്നുള്ള വിശ്വാസം അതും നമ്മളെ സെയിൽസിനെ സ്വാധീനിക്കുന്ന വലിയൊരു ഘടകമാണ്. സാർ പറഞ്ഞത് വളരെ ശരിയാണ്. സിസ്റ്റം വിൽ ഓട്ടോമേറ്റ് ദ പ്രോസസ്. ഈ സിസ്റ്റം ഫോളോ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് വിശദീകരിക്കാമോ? തീർച്ചയായും. സിസ്റ്റം ഫോളോ ചെയ്യുന്നതുകൊണ്ട് ഒന്നാമത്തെ പ്രയോജനം എന്ന് പറഞ്ഞാൽ ലീഡർഷിപ്പ് എബിലിറ്റി കൂടും. സെയിൽസിൻ്റെ ലീഡർഷിപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ലീഡേഴ്സ് ക്യാൻ മേക്ക് ഓർ ബ്രേക്ക് ആൻ ഓർഗനൈസേഷൻ എന്നാണ് പറയുന്നത്. ലീഡേഴ്സ് എന്ന് പറയുന്നത് എംപ്ലോയീസിൻ്റെയും എംപ്ലോയറുടെയും ഇടയ്ക്കുള്ള ഒരു ബ്രിഡ്ജാണ്. അതുപോലെ തന്നെ ഒരു ലീഡർ എന്ന് പറഞ്ഞാൽ ഒരു കാറ്റലിസ്റ്റ് പോലെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഒരു സ്ഥാപനത്തിൻ്റെ സക്സസ്സിന് ലീഡർഷിപ്പ് വളരെ അത്യാവശ്യമായിരിക്കെ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ ആ ലീഡർഷിപ്പ് ബൂസ്റ്റ് ചെയ്യപ്പെടും. അത് വളരെയേറെ പ്രയോജനം ചെയ്യും. ഓർഗനൈസേഷന് വളരെ ലോങ് ടൈം സസ്റ്റൈനബിലിറ്റി എൻഷുർ ചെയ്യും. അതുപോലെ തന്നെ സിസ്റ്റം ഉള്ളിടത്ത് പ്രൊഡക്ടിവിറ്റി വളരെ ഹൈ ആയിരിക്കും. അതുപോലെ തന്നെ പ്രൊഡക്ടിവിറ്റി ഹൈ ആയിരിക്കുന്നത് മാത്രമല്ല അക്കൗണ്ടബിലിറ്റി കൂടും. ഓരോ വ്യക്തിയും ഉത്തരവാദികളായി മാറും സിസ്റ്റം ഉണ്ടെങ്കിൽ. ആർക്കും അവരുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. അവരുടെ റെസ്പോൺസിബിലിറ്റിയിൽ നിന്നും അക്കൗണ്ടബിലിറ്റിയിൽ നിന്നും അവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അതും മറ്റൊരു പ്രയോജനമാണ് സിസ്റ്റം ഉള്ളതിൻ്റെ. പിന്നെ മറ്റൊരു ഏറ്റവും പ്രധാനമായൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ സിസ്റ്റം ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി സെയിൽസ് പ്രോസസ്സ് ഫോളോ ചെയ്യും. അപ്പോൾ തന്നെ ഒരു വലിയ ഒരു ശതമാനം നമ്മുടെ തലവേദന ഒഴിവായി എന്ന് പറയാം. ഇന്ന് ഞാൻ കാണുന്ന സിക്ക് ബിസിനസ് യൂണിറ്റുകളിൽ തകർന്നുകൊണ്ടിരിക്കുന്ന പല ബിസിനസ് യൂണിറ്റുകളിലും കാണുന്നത് ഇങ്ങനൊരു സെയിൽസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഇല്ല. അവിടെ ഒരു സെയിൽസ് ലീഡർഷിപ്പ് ഇല്ല. അല്ലെങ്കിൽ അവിടെ ഒരു സെയിൽസ് പ്രോസസ്സ് കൃത്യമായി ഫോളോ ചെയ്യുന്നില്ല. അൺഫോർച്ചുനേറ്റ്ലി 95% ആൾക്കാർക്കും ഇതിൻ്റെ ആവശ്യത്തെക്കുറിച്ച് വലിയ ബോധമില്ല, അറിയില്ല. അപ്പോൾ അതുകൊണ്ടെന്ന് പറഞ്ഞാൽ അവരിപ്പോഴും കിടന്ന് കഠിനമായി പരിശ്രമിക്കുകയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അവർ ചെയ്യേണ്ട കാര്യം ചെയ്യുന്നില്ല. പലപ്പോഴും നമ്മൾ എഫേർട്ട് ഇടുന്നതുകൊണ്ട് മാത്രം കാര്യമില്ല. അത് ശരിയായ എഫേർട്ട് ഇടുമ്പോൾ മാത്രമേ സക്സസ്സിലേക്ക് എത്തുന്നുള്ളൂ. ഇപ്പോൾ ആളുകൾ ഇത് തിരിച്ചറിയുന്നില്ല. അതിന് കൃത്യമായി ഈ സിസ്റ്റത്തിന് ആവശ്യമായ ട്രെയിനിങ് കൊടുത്തിരിക്കണം. വളരെ ദുഃഖകരമായ മറ്റൊരു സംഗതി പറയാം. പല ആളുകളെയും ട്രെയിനിങ്ങിന് വിളിക്കുമ്പോൾ അവർ പറയുന്നത് ഞങ്ങളുടെ ഒരു ദിവസം സ്പെയർ ചെയ്യാൻ പറ്റില്ല. യഥാർത്ഥത്തിൽ അവർക്ക് അന്നൊന്നും ഒരു സെയിലും നടക്കുന്നുണ്ടാവില്ല. യഥാർത്ഥത്തിൽ എംപ്ലോയർ ചെയ്യേണ്ടത് എന്താണ്? അവരുടെ ഒരു ദിവസത്തെ സെയില് മനഃപൂർവ്വം കട്ട് ചെയ്തുകൊണ്ട് അവരെ സെയിൽസ് ട്രെയിനിങ്ങിന് വിടുക, പ്രോസസ്സിലേക്ക് വിടുക, പ്രോസസ്സ് മനസ്സിലാക്കി കൊടുക്കുക. മറിച്ച് അവരെ അവിടെ വെറുതെ ഇരുന്ന് അവരുടെ സമയം കളഞ്ഞ് സ്വയം ഡെസ്പ് അടിച്ച്, കാരണം സെയിലില്ലാത്തപ്പോൾ നാച്ചുറലി സെയിൽസ് പേഴ്സൺ ഡെസ്പ് ആവും. അപ്പോൾ ഈ സെയിൽസ് പേഴ്സൺ ഡെസ്പ് ആവാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം അതിനുവേണ്ടി മാറ്റി വെക്കുക. 30 ദിവസത്തിൽ ഒരു ദിവസം അയാൾ ജോലി ചെയ്തില്ലെന്ന് വിചാരിച്ചൊന്നും സംഭവിക്കുന്നില്ല. പക്ഷേ അയാൾക്ക് ആ ഒരു ദിവസം ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ ഇന്നുള്ളതിൻ്റെ 10 ഇരട്ടി റിസൾട്ട് ഉണ്ടാക്കാമെന്നുള്ളത് ഞാൻ എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ മനസ്സിലാക്കിയ കാര്യമാണ്. അതുകൊണ്ട് ഈ സിസ്റ്റം ഫോളോ ചെയ്യുന്നതിന് കൊണ്ട് ഉള്ള പ്രയോജനം എന്ന് പറയുന്നത് ഒന്ന് സെയിൽസ് പ്രോസസ്സ് ഫോളോ ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഏകദേശം 85% പ്രോബ്ലം സോൾവ് ആവും. അപ്പോൾ അതാണ് മെയിനായിട്ടുള്ള ഗുണം എന്ന് പറഞ്ഞത്. സിസ്റ്റം ഫോളോ ചെയ്യുന്നതിൻ്റെ ഗുണങ്ങൾ ഇതൊക്കെയാണ്. ഓക്കെ, സെയിൽസിനെ ബാധിക്കുന്ന മൂന്നാമത്തെ ഘടകമായ സെയിൽസ് ലീഡർഷിപ്പിനെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ സർ? തീർച്ചയായിട്ടും. സെയിൽസ് ലീഡർഷിപ്പ് ഞാൻ നേരത്തെ പറഞ്ഞു, ലീഡേഴ്സ് ക്യാൻ മേക്ക് ഓർ ബ്രേക്ക് ആൻ ഓർഗനൈസേഷൻ ഞാൻ പറഞ്ഞു. അതായത് ലീഡർഷിപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഈ ലീഡർഷിപ്പാണ് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനും മറ്റുള്ളവരെ ഒരു കോമൺ ആയിട്ടുള്ള ഗോളിലേക്ക് നയിക്കാനും അവരെ സഹായിക്കുന്നത്. ഇവിടെ മറ്റൊരു കാര്യം പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത്, ഈ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണ്? നമ്മൾ ഒരു ഓർഗനൈസേഷൻ്റെ കോമൺ ഒബ്ജക്റ്റീവ് സാധിക്കുന്നതിന് മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അപ്പം മറ്റുള്ളവരെ കൊണ്ട് ആ വർക്ക് ചെയ്യിച്ചെടുക്കുകയാണ് ലീഡർഷിപ്പിൻ്റെ പ്രധാനമായ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് വെച്ചാൽ നമ്മുടെ ആശയങ്ങൾ മറ്റൊരാളുടെ തലയിലിട്ടിട്ട് അയാളെ കൊണ്ട് നമുക്ക് ആവശ്യമായ രീതിയിൽ ആ വർക്ക് എടുപ്പിക്കുക എന്നുള്ളതാണ് ഒരു ലീഡറിൻ്റെ ഏറ്റവും വലിയ ചലഞ്ച്. അപ്പം ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് അവിടുത്തെ ലീഡർ
അയാളുടെ ആശയങ്ങൾ അയാളുടെ കൂടെയുള്ള ആളുകളുടെ തലയിൽ ഇടുകയും അവരെ കൊണ്ട് അതിനുവേണ്ടി വർക്ക് ചെയ്യിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് വലിയ ചലഞ്ചാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ചെയ്തെങ്കിൽ മാത്രമേ ആളുകൾ ഈ സിസ്റ്റത്തെ ഫോളോ ചെയ്യത്തുള്ളൂ. അതായത് നമ്മളുടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ എല്ലാവരും നോക്കുന്നത് അവർക്ക് ഫോളോ ചെയ്യാൻ ഒരു ലീഡർ ഉണ്ടോ എന്നുള്ളതാണ്. ഈ ലോകത്തിൽ 84% ആളുകൾ അവർ എപ്പോഴും അവർക്ക് ഫോളോ ചെയ്യാൻ ഒരാളുണ്ടോ എന്ന് നോക്കും. അതുകൊണ്ടാണ് പാർട്ടിയുടെയൊക്കെ പുറയിൽ അല്ലെങ്കിൽ മതങ്ങളുടെ പുറകിൽ ഇത്രയും ആളുകളെ കിട്ടുന്നത്. മനസ്സിലായോ? പിന്നെ നമുക്ക് അവശേഷിക്കുന്ന ഈ 16% ഒരു 3% ആളുകൾ മാത്രമേ ഉള്ളൂ സ്വയം ലീഡറായിട്ടുള്ളത്. മറ്റുള്ളവർ ഈ റോൾ മോഡൽസ് ഉണ്ടെങ്കിൽ ആ റോൾ മോഡൽസിനെ ഫോളോ ചെയ്യാനാണ് ആളുകൾ ശ്രമിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് മതങ്ങൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും ഒക്കെ ഇവിടെ നിലനിൽപ്പുള്ളത്. കാരണം അവർക്കൊരു ലീഡർ വേണം. അപ്പം അതായത് ഈ മതങ്ങൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ ആളുകളെ കിട്ടുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ വലിയൊരു മെജോറിറ്റി പോപ്പുലേഷനും ഒരു ലീഡർ ഉണ്ടെങ്കിൽ മാത്രമേ മുമ്പോട്ട് നീങ്ങാൻ കഴിയത്തുള്ളൂ. അവർ സെൽഫ് സ്റ്റാൻഡിങ് അല്ല. അപ്പോൾ അത് സ്ഥാപനത്തിനും ഒരുപോലെ ആപ്ലിക്കബിൾ ആണ്. കാരണം സ്ഥാപനത്തിലും നമ്മളെപ്പോഴും ഒരു ലീഡർ ഒരു റോൾ മോഡലായിരിക്കണം. അപ്പം ഒരു സെയിൽസ് ലീഡർഷിപ്പിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾ എത്രമാത്രം റോൾ മോഡൽ ആവുന്നോ അത്ര കണ്ട് അവരുടെ സെയിൽസ് സ്റ്റാഫ് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുകയും അത് പ്രൊഡക്ടിവിറ്റിയിലേക്ക് നയിക്കുകയും ചെയ്യും. അതാണ് ഒന്നാമത് ഈ സെയിൽസ് ലീഡർഷിപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ്റെ സസ്റ്റൈനബിലിറ്റി തന്നെ ഈ ലീഡർഷിപ്പിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. പിന്നെ എടുത്തു പറയേണ്ട ഒരു സംഗതി വെച്ചാൽ ആളുകളുടെ അല്ലെങ്കിൽ നമ്മുടെ എംപ്ലോയീസിൻ്റെ ജോലി നഷ്ടപ്പെടാനുള്ള പ്രധാന കാരണം പുവർ ലീഡർഷിപ്പാണ്. സ്ഥാപനത്തിൻ്റെ മിസ്റ്റേക്ക് അല്ല. ഒരു ലീഡർ വിചാരിച്ചാൽ, ഒരു സെയിൽസ് ലീഡർ വിചാരിച്ചാൽ അയാളുടെ ടീമിന് ജോബ് ഉറപ്പാക്കാൻ കഴിയും. അത് എംപ്ലോയറെ ചൂഷണം ചെയ്തുകൊണ്ടല്ല, എംപ്ലോയർക്ക് പ്രൊഡക്ടിവിറ്റി കൂട്ടിക്കൊണ്ട് തന്നെ കൃത്യമായ ട്രെയിനിങ്ങും കൃത്യമായ ഗൈഡൻസും കൃത്യമായ മോണിറ്ററിങ്ങും ഒക്കെ നടത്താനുള്ള കഴിവുള്ള ലീഡർഷിപ്പ് ഉണ്ടെങ്കിൽ ഒറ്റ എംപ്ലോയിക്കും ജോബിന് ചലഞ്ച് ഉണ്ടാകത്തില്ല. യഥാർത്ഥത്തിൽ ഒരു എംപ്ലോയിക്ക് ജോബ് നഷ്ടപ്പെടുമ്പോൾ അതിൻ്റെ അർത്ഥം ലീഡർഷിപ്പ് ഫെയിലായെന്ന് തന്നെയാണ്. മനസ്സിലായോ? അപ്പോൾ അത് ഈ സേഫ്റ്റി ലീഡർഷിപ്പ് അല്ലെങ്കിൽ സെയിൽസ് ലീഡർഷിപ്പിലൊക്കെ തന്നെ ഇത് വളരെ പിവട്ടലായിട്ടുള്ള വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള റോള് പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടെ ഒരു ശക്തമായ സെയിൽസ് ലീഡർഷിപ്പ് ഉണ്ടാവുക വളരെ അത്യാവശ്യമാണ്. അതിന് എംപ്ലോയേഴ്സ് മുൻകൈ എടുക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ഓരോ മാസം മിനിമം ഒരു ദിവസമെങ്കിലും ഇവർ സെയിൽസ് ലീഡർഷിപ്പ് ട്രെയിനിങ്ങുകൾ ഈ ലീഡേഴ്സ് അറ്റൻഡ് ചെയ്യണം. കാരണം ഇത് ഒരു പ്രാവശ്യം അറ്റൻഡ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല. റിപ്പീറ്റഡ്ലി കണ്ടിന്യൂസ്ലി ഇൻ്റർമീഡിയറ്റ്ലി റിപ്പീറ്റഡ്ലി ഇങ്ങനെ അറ്റൻഡ് ചെയ്തുകൊണ്ട് ഇവരുടെ 60% അൺകോൺഷ്യസ് ലെവലിലേക്ക് ഇത് പോകും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവരുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി എമേർജ് ആവും. അത് അവരുടെ നിത്യജീവിതത്തിലും അവരുടെ പേഴ്സണൽ ലൈഫിലും ഒക്കെ തന്നെ റിഫ്ലക്റ്റ് ചെയ്യും. നമ്മൾ യഥാർത്ഥത്തിൽ എന്താണ്, നമ്മൾ വീട്ടിലെങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഓഫീസിലും. ഒരാൾക്ക് ഇമ്പേഴ്സണേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ മറ്റൊരു ഒരു പരകായ പ്രവേശമൊന്നും ഒരു ലോങ് ടൈമിലേക്ക് പോസിബിൾ അല്ല. അപ്പം നമ്മൾ വീട്ടിലെന്താണോ അല്ലെങ്കിൽ നമ്മളെന്ന വ്യക്തി തന്നെയാണ് നമ്മൾ ഓഫീസിലും. അപ്പോൾ എന്ത് വേണം, നമ്മളുടെ ഇൻഹറൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റീസ് നമ്മൾ ബിൽഡപ്പ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ അൺകോൺഷ്യസ് ലെവലിലുള്ള വിശ്വാസങ്ങളെ മാറ്റി നമ്മളൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഡെവലപ്പ് ചെയ്യുന്നത് വഴി ഓർഗനൈസേഷന് ബെനിഫിറ്റ് ചെയ്യും. അത് നമ്മുടെ കൂടുള്ളവർക്ക് ബെനിഫിറ്റ് ചെയ്യും, അയാൾക്ക് തന്നെ ബെനിഫിറ്റ് ചെയ്യും. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ആ വ്യക്തിക്ക് തന്നെ ബെനിഫിറ്റ് ചെയ്യും. കാരണം എൻ്റെ ഒരു അനുഭവം ഞാൻ പറയുകയാണെങ്കിൽ, ഈ ട്രെയിനിങ്ങിൽ നിങ്ങൾ എത്രമാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നോ, നിങ്ങളുടെ സെൽഫ് ലേണിങ്ങിൽ എത്രമാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നോ അത് നിങ്ങളുടെ ജീവിതത്തെ റിഫ്ലക്റ്റ് ചെയ്യും. കാരണം 15 വർഷം മുമ്പ് എൻ്റെ മെൻറ്റർ എനിക്ക് തന്ന 2 വയസ്സുണ്ട്. നിങ്ങളുടെ 2% മുതൽ 10% വരെ നിങ്ങളുടെ സെൽഫ് ഡെവലപ്മെൻറ്റ് ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങളിപ്പോൾ 1 lakh rupees സാലറി മേടിക്കുന്ന ആളാണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 2000 രൂപ മുതൽ 10,000 രൂപ വരെ നിങ്ങൾ പഠിക്കുന്ന കാര്യത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യും. അത് ഞാൻ ഫോളോ ചെയ്തുകൊണ്ടാണ് ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഇന്നെനിക്ക് 53,000-ലധികം സ്റ്റുഡൻസും ഞാൻ ബുക്കുകൾ എഴുതി, 10 ഭാഷകളിൽ ഇപ്പം ബുക്കുകൾ എഴുതി, 7 സ്ഥാപനങ്ങളുണ്ടാക്കി. അതുപോലെ തന്നെ ഒരുപാട് ആളുകളെ മീറ്റ് ചെയ്ത് ഒരുപാട് ആളുകളെ സഹായിക്കാൻ കഴിയുന്നുണ്ട്, ചാരിറ്റി പ്രവർത്തനങ്ങൾ ഏർപ്പെടും. ഇതെല്ലാം സാധിച്ചത് എൻ്റെ മെൻറ്റർ പറഞ്ഞ ആ ഒരൊറ്റ കാര്യം ഞാൻ ഫോളോ ചെയ്തുകൊണ്ടാണ്. 2 to 10% നിങ്ങളുടെ സെൽഫ് ഡെവലപ്മെൻറ്റിൽ റീഇൻവെസ്റ്റ് ചെയ്യണം. അത് ഓരോ ലീഡറും ചെയ്യണം. അത് എംപ്ലോയീസ് അത് ചെയ്യുകയാണെങ്കിൽ, എംപ്ലോയർ അതിനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ബിസിനസ് ഫണ്ടാസ്റ്റിക് ആയിട്ട് വളരുമെന്നുള്ളത് ഒരു നിസ്സംശയം നമുക്ക് പറയാം. ഓക്കെ.